രാമചന്ദ്രൻ എൻ്റെ അയൽക്കാരനാണ്, വളരെ അടുത്ത അയൽക്കാരനാണ്. അദ്ദേഹം ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹം കുടുംബാംഗങ്ങളുമൊത്ത് പഹൽഗാമിലെത്തിയതാണ്. ഞാനിപ്പോയിട്ടുള്ള സ്ഥലമാണ് അവിടെ. അതാരും കണ്ടുപോകും. പക്ഷേ അവിടെ വിധി ഈ ഭീകരരുടെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിനെ കവർന്നെടുത്തു, ജീവൻ കവർന്നെടുത്തു. വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതിൻ്റെ പുറകിലുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, വളരെ വ്യക്തമാണ്. അപ്പോൾ അവർക്കെതിരെ നമ്മുടെ ഗവൺമെൻറ് ശക്തമായി പ്രതികരിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അത് ചില ആളുകൾ പറയുന്നത് സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ചൊക്കെ, അതൊന്നും അല്ല ഇപ്പോൾ സംസാരിക്കാനുള്ളത്. ഈ ഭീകരവർഗത്തിന് എതിരെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും. അല്ലാതെ ഈ സമയത്ത് ഒരു വർഗീയ ധ്രുവീകരണമോ ഒന്നുമല്ല വേണ്ടത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കണം. അതിലെ കാശ്മീരിലെ ജനങ്ങളെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, ഇവിടെ മനുഷ്യരാണ് ഉള്ളത്. അവർക്ക് ജീവിക്കണം, അവരുടെ ജീവിത മാർഗ്ഗമാണ് മുട്ടിപ്പോയത്. ഒരിക്കലും അവർ കാശ്മീരികൾ ഇങ്ങനെ ചെയ്തില്ല. കാരണം അവർക്ക് ഈ ഒരു 4-5 മാസം ഒരു വർഷം ജീവിക്കാൻ വേണ്ടി കിട്ടുന്നത്, അതാണ് ഈ തല്ലിക്കെടുത്തിയിരിക്കുന്നത്. എന്ത് ദ്രോഹമാണ് ഒരു സംസ്ഥാനത്തിനോടും നമ്മുടെ രാജ്യത്തോടും ചെയ്തേക്കുന്നത് എന്ന് കരുതണം.